നല്ല മണം. കറി ഉണ്ടാക്കുക അല്ലേ? അതെ, ഞാൻ ചില ചോദ്യങ്ങൾ ചിന്നുവിനോട് ചോദിക്കും. എന്തിന്? അല്ല, ഒന്നിനുമല്ല, അതിന് സമാധാനമായിട്ട് ഉത്തരം പറയാം. പറ്റില്ല. പറ്റും. അണ്ണ എന്തോന്നണ്ണ? അതായത് ഈ നീ ഉറക്കത്തിൽ സ്വപ്നം കാണാറുണ്ട്. അതിപ്പോ എല്ലാരും കാണൂലേ? എല്ലാരും കാണും. അല്ല, ഈ കഴുത്തിന് ചിലര് വന്ന് കുത്തിപ്പിടിക്കുന്നുള്ള സ്വപ്നങ്ങൾ വല്ലതും? ഓ, അങ്ങനെയൊന്നും ഇല്ല. ഒറ്റയ്ക്ക് മുറിയിലൊക്കെ ഇരിക്കുമ്പോഴേ അനാവശ്യമായിട്ട് ദേഷ്യപ്പെടാറുണ്ടോ? അങ്ങനെയൊന്നും ഇല്ലെന്ന്. ഒരൊറ്റ ചോദ്യോടെ ഈ രാമനോട് വെറുതെ ദേഷ്യപ്പെടാറുണ്ടോ? ഓഹോ, ഈ രാമന്റെ പേര് പറഞ്ഞാണ് അണ്ണ ഇങ്ങോട്ട് കയറി വന്നെങ്കിൽ ഞാൻ അണ്ണനൊന്നും നോക്കൂല. ഞാൻ ഇറങ്ങ. എനിക്ക് ആരെയും കാണണ്ട. ഇറങ്ങ. അതെ, എന്തോ പ്രശ്നമുണ്ട്. നന്നായിട്ട് കിട്ടിയല്ലേ? കണ്ടായിരുന്നു? ചെറുതായി. അതായത് എനിക്ക് തോന്നുന്നത് ഇത് ഡുവൽ പേഴ്സണാലിറ്റി, സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി. അതായത് ദ്വന്ദ്വ വ്യക്തിത്വം, അപര വ്യക്തിത്വം. നമുക്ക് കേട്ടില്ലേ? സിനിമയിലുണ്ടായിരുന്നല്ല. ഒരാൾ മറ്റൊരാളെ പോലെ പെരുമാറുക, സംസാരിക്കുക. ഫോർ എക്സാമ്പിൾ, ഇതാണ് സിനിമയിലുണ്ടായിരുന്നത്. കുഞ്ഞളിയെ അങ്ങനെ തള്ളിക്കളയരുത്. അവള് പറഞ്ഞതിനകത്ത് കാര്യമുണ്ട്. ഇതെന്ന് പറഞ്ഞാല് ഉപബോധ മനസ്സിന്റെ ചില അമാനുഷിക ചൈതന്യങ്ങൾ. അതായത് നമ്മളിപ്പം ചിന്നുവിനെ ഒന്ന് അവലോകനം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉപബോധ മനസ്സിനെ അകത്തേക്ക് നമ്മൾ തുറന്നു കയറി കഴിഞ്ഞാൽ ഒരുപാട് നെഗറ്റീവ് എനർജി കാണും അതിനുള്ളിൽ. അതെല്ലാം വാരി വലിച്ച് വെളിക്കളാണ്. അങ്ങനെയാണെങ്കിൽ തീർന്നു, നോർമലാവും. എന്റെ അഭിപ്രായത്തിൽ അതാ. ഹിപ്നോട്ടൈസ് ചെയ്യണം. ഹിപ്നോട്ടൈസ്. അണ്ണൻ ഇതൊന്നും പറഞ്ഞത് അതാ നീ ചിരിച്ചു കളഞ്ഞത്? എടാ, പണ്ട് പോലെ ഞാൻ ചെയ്യുന്നല്ലേ. എന്റെ നാട്ടിലൊക്കെ ഒന്ന് അന്വേഷിച്ചു നോക്ക്. എല്ലാവർക്കും അറിയാം ഞാൻ ഹിപ്നോട്ടൈസ് ചെയ്യുന്നു. ഇടിയാതി, പണ്ട് നമ്മുടെ മണിച്ചിത്രത്താഴില്ലേ സിനിമ, ആ സമയത്തൊക്കെ ഞാൻ ഹിപ്നോട്ടൈസേഷൻ ചെയ്തുകൊണ്ടിരിക്കുക നാട്ടിലെ. അപ്പൊ അന്ന് എല്ലാരും ആ സിനിമ വലിയ ഹിറ്റ് സിനിമയല്ലേ. ആ സിനിമ കണ്ടിട്ട് ഞാൻ റോഡിൽ കൂടെ ഒക്കെ പോകുമ്പോ നാട്ടുകാർ പറയും, ദേ ഡോക്ടർ സണ്ണി പോകുന്നു, ദേ ഡോക്ടർ സണ്ണി പോകുന്നു, ദേ ഡോക്ടർ സണ്ണി പോകുന്നു പറയുമായിരുന്നു. നാട്ടിലെല്ലാവർക്കും അറിയാം. ഞാൻ കേട്ടിട്ടില്ല ഇതുവരെ. നീ അന്ന് ജനിച്ചു പോലും കാണത്തില്ല, പണ്ടിറങ്ങിയ പടമല്ലേ. അപ്പൊ ഹിപ്നോട്ടൈസ് ചെയ്യണം. എനിക്ക് സംശയമുണ്ട്. എന്ത്? അറിഞ്ഞൂടാന്ന്. എനിക്ക് അറിഞ്ഞൂടാന്നോ? ഓ, ഹിപ്നോട്ടൈസ് ചെയ്ത് കാണിച്ചു തരട്ടെ? കാണിച്ച നിന്നെ കാണിക്കട്ടെ? എന്നെ കാണിക്കണ്ട. അതെന്താ? എനിക്ക് അങ്ങനെ രഹസ്യമൊന്നും ഇല്ലല്ലോ അല്ലേ? എന്നാ പിന്നെ നിന്നെ കാണിക്കാം. ഉറക്കാം. വേണ്ട വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല. അപ്പൊ പിന്നെ പറ്റിയ ഒരാളുണ്ട്. ആര്? മാമൻ. നല്ല അഭിപ്രായം. ചുമ്മാ കാണിച്ച. ഉറക്കത്തില്ല. അപ്പോ മിണ്ടരുത്. പേഷ്യന്റ് അറിയാതെ നമ്മൾ ഹിപ്നോട്ടൈസ് ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും. നമ്മളൊരു കാര്യം ചെയ്യും, 24-26 സ്പാനറിങ് എടുക്കാം. ഇത് സ്പാനർ ഹിപ്നോട്ടൈസേഷൻ എന്ന് പറയും. ഇന്ന് വരെ ആരും കാണിക്കാത്ത ഒരു പരിപാടി ഞാനിപ്പോ കാണിക്കുന്നത്. സ്പാനർ അത് ഞാൻ മുഴുത്തോ നോക്കിയിട്. ഇതോ? വിളിച്ചോ. എഴുന്നേക്ക് മാമ, എഴുന്നേക്ക്. ഇരി. പകുതി ഉറക്കത്തില്ല. മാമ കണ്ണു തുറക്ക്. ഞങ്ങളാ. ആ മാമ, ഇതെന്താ ഇത്? എത്രന്റെ? 26-24. പാനറിലേക്ക് ശ്രദ്ധിച്ചു നോക്കൂ. പാനർ കാണുന്നില്ലേ? കാണുന്നുണ്ട്. അതിന്റെ വെള്ളി വെളിച്ചം കാണുന്നില്ലേ? ഉണ്ട്. മാമൻ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ മാമന്റെ കണ്ണുകളുടെ പീലികൾ പതുക്കെ അടഞ്ഞടഞ്ഞു വരുന്നു.
കൺപീലികൾക്ക് കനം തോന്നുന്നു. ആ മാമന്റെ കണ്ണുകൾ അടഞ്ഞടഞ്ഞടഞ്ഞടഞ്ഞടഞ്ഞു വരുന്നു. അടഞ്ഞടഞ്ഞടഞ്ഞ് ആ മാമനൊരു ഉറക്കത്തിലേക്ക് വീണുപോകുന്നു. ആ ഉറക്കത്തിലേക്ക് വീണുപോകുന്നു. ഉറക്കത്തിലേക്ക് വീണുപോകുന്നു. മാമനിപ്പോ ഉറങ്ങി. മാമനുറങ്ങി. മാമനുറങ്ങി. ഉറക്കത്തിലായി. ഇനി എന്ത് ചോദിച്ചാലും പറയും. എന്നാ ചോദിച്ചു. എന്താ പേര്? ഉണ്ണി ഉണ്ണിയുടെ വീട് എവിടെയാ? തിരുവനന്തപുരം തന്നെ. ഉണ്ണിക്ക് എന്താ ജോലി? വർഷാപ്പ് മേശിച്ച് ചെറുപ്പകാലമൊക്കെ എവിടെയായിരുന്നു? വെളിനാട്ടിലൊക്കെ ആയിരുന്നു. ആ, അവിടുന്ന് പിന്നെ നേരെ ഇങ്ങോട്ട് പോകണം. അത് ശരി. അല്ല, ഞാൻ പറഞ്ഞത് ഉം. ഒരു 18-20 വയസ്സൊക്കെ ഉള്ളപ്പോൾ ആ ഉണ്ണി എവിടെയായിരുന്നു? അത് നാട് തിരുവനന്തപുരത്ത് തന്നെ. ആ വീടിപ്പോൾ ഓർമ്മയിൽ വരുന്നുണ്ടോ? ഉണ്ട്. ആ വീട്ടിനടുത്ത് ഉം. വീടിന്റെ വടക്കു ഭാഗമുള്ള ആ ആ ഉണ്ണിയുടെ ചെറുപ്പകാലത്തെ ഒരു കാമുകി ഉണ്ടായിരുന്നല്ലോ. സുമതി. സുമതി വീട്ടിൽ വരുമായിരുന്നു. ഓ വരും വരും. എന്തിന്? അവക്ക് എൻ്റെ അടുത്ത് ചെറിയൊരു പ്രേമം. അതുകൊണ്ട് എന്നെ കാണാൻ കൂടെ കൂടെ വരും. സുമതിയുടെ വീട്ടിലും പോകുമായിരുന്നു അല്ലേ? ഓ പോവും, ആവശ്യത്തിന് പോവും. ആ, അങ്ങനല്ലല്ലോ കേട്ടിട്ടുള്ളത്. ഉം. ഒരു ദിവസം രാത്രിയില് ഉം. ഉണ്ണി ഉം. സുമതിയുടെ വീടിന്റെ മതിലിയാടി അകത്തിയെന്നു കേട്ടല്ലോ. മതില് താഴെ. ആ, പറയൂ. ഉണ്ണി മതിലിയാടിയിട്ട് ഉണ്ണി സുമതിക്ക് എന്ത് സംഭവിച്ചു? ഉണ്ണി പറയൂ, പറയൂ. ഉണ്ണി 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 അപ്പു ഉണ്ണി, വിളിയണ്ണാ. അപ്പു ഞാൻ വിളിക്കില്ലയോ? ഉണ്ണി കൊന്നോ? കൊന്നിട്ടൊന്നുമില്ല. ശ്വാസമുണ്ട്, ശ്വാസമുണ്ട്. ഉണ്ണി ഉണ്ണി. മാമ, മാമ എഴുതട്ടെ. മാമ ഉണർത്ത്. എനിക്കത് ഉറക്കാനേ അറിയാവൂ. ഉണർത്താൻ ഞാൻ പഠിച്ചിട്ടില്ല. അണ്ണൻ എന്തോ അണ്ണ പറയണത്? സത്യം. അപ്പു മാമ, അപ്പു മാമ, അപ്പു മാമ, മാമോ, മാമ. മാറങ്ങോട്ട് മാറി. എടാ, അവളെങ്ങോട്ട് പോയതാ? അവള് രക്ഷപ്പെട്ടത്. ഏ, അവള് രക്ഷപ്പെട്ട്. പോലീസിനെ വല്ലതും വിളിച്ചു വീറ. ആരെങ്കിലും വിളിക്കുമായിരിക്കും. മാമ, മാമ, അവിടെ കുപ്പി ഇരിപ്പുണ്ട്. മാമോ, കുപ്പി കുപ്പി കുപ്പി. നമുക്ക് മുങ്ങിയാലോ? മുങ്കാനാ? അണ്ണ ഇതെന്റെ അച്ഛനല്ലേ? അല്ല. അണ്ണൻ എന്തോ ഭ്രാന്ത് പറയണത്? ആ, പറഞ്ഞ പോലെ നിന്റെ അച്ഛനാണല്ലോ. എന്താ പറ, എന്താ എന്താ കാര്യം? എന്താ ഉണക്കമീൻ? കരിവാണ്. ഓ, തന്തതാ ഉണന്ന് മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. ഇപ്പൊ എനിക്ക് പുതിയൊരു ടെക്നിക്ക് പിടികിട്ടി. ഉണർത്താനുള്ള ടെക്നിക്ക് പിടികിട്ടി. ആർക്ക്? എനിക്ക്. ഉണക്കമീൻ, ഉണക്കമീൻ. അങ്ങനെയാണെങ്കിലേ നമുക്ക് പോയി ചിന്നുവിനെ ഇതുപോലെ ഹിപ്നോട്ടൈസ്. വേണ്ട വേണ്ട, ചിന്നുവിനാകാനും ചെയ്യണ്ട. എടാ, അവിടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ നിനക്ക് അറിയണ്ടേ? അതിപ്പോ അറിയണമെന്ന് വെച്ചപ്പം അതിപ്പോ അറിയണോ? ഓ, ആ, അങ്ങനെയാണെങ്കിൽ ഹിപ്നോട്ടൈസ് ചെയ്തേ പറ്റൂ. എടാ, ഇതിപ്പോ ഉണർത്താൻ ബുദ്ധിമുട്ട് വന്ന എന്തുകൊണ്ടാണെന്നറിയാവോ? പ്രായമായ മനുഷ്യനല്ലയോ? ചെറുപ്പക്കാരൊക്കെയാണ് ഇതാണ്ട ഇങ്ങനെ നാക്കുമ്പോ ഉണർന്നു വരും. ആ, വാ മാമ, ഉറങ്ങി 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 കേട്ടോ. സുമതി, ബാ ബാ. അച്ഛാ, ഞാൻ തിരിച്ചു വരാം കേട്ടോ. ഓ